ജനുവരി 4-ന് മുൻപം സന്ദർശിക്കുമെന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായേക്കുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. കോട്ടപ്പുറം അതിരൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും മുൻപം ഭൂസംരക്ഷണ നേതാക്കളും ജുഡീഷ്യൽ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി. വഖഫ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനുവരി 4-ന് മുനമ്പം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ പ്രതികരണം. കോട്ടപ്പുറം അതിരൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും സംഘവും ജുഡീഷ്യൽ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഫെബ്രുവരിയോടുകൂടി മുനമ്പം പ്രശ്നത്തിൽ റിപ്പോർട്ട് നൽകാനായേക്കുമെന്ന പ്രതീക്ഷയും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രകടിപ്പിച്ചു. 4-ാം തീയതി മുനമ്പത്ത് പോയിരിക്കുകയാണ്. പരീക്ഷകളിൽ അവരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് മുനമ്പം പ്രദേശം ഒന്ന് കാണാമെന്ന് ഓർത്തു. ഇവരുടെയൊക്കെ താമസവും അവിടുത്തെ സ്ഥിതി ഒന്ന് നേരെ മനസ്സിലാക്കാമെന്ന് ഓർത്തു. അപ്പോൾ റവന്യൂ അതോറിറ്റീസ് എല്ലാം വരും. റിട്ടേൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവരും തന്നു. ഫറൂഖ് കോളേജ് തന്നു. ഏറ്റവും മുഖ്യമായിട്ടുള്ള കക്ഷിയാണ് ഫറൂഖ് കോളേജ്. മുനമ്പൻ നിവാസികൾ ഡോക്യുമെൻ്റൊക്കെ തന്നു. ഇനി വഖഫ് ബോർഡാണ് പ്രധാനമായിട്ടും മുഖ്യ കക്ഷി തരാനുള്ള വഖഫ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന കാര്യം ജുഡീഷ്യൽ കമ്മീഷനെ അറിയിച്ചതായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കോട്ടപ്പുറം അതിരൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. മുനമ്പം കടപ്പുറം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ചർച്ച ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ശരിയായ രീതിയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. ക്രിസ്മസ് ദിനമായ നാളെയും മുനമ്പത്തെ തീരദേശ ജനത നിരാഹാര സമരത്തിൽ തന്നെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.